ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് ബൈ ഫസൽ. ഗൈസ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബക്കറ്റ് ചിക്കനാണ്. 2.0 ആയിട്ടുള്ള ഒരു ബക്കറ്റ് ചിക്കനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബക്കറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് പോയി കണ്ടുവരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കറക്റ്റായിട്ടൊന്ന് വരയിടണം. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ വേവാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ വരയിടുന്നത്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചിക്കൻ ഇവിടെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് നല്ല രീതിയിൽ വരയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള ബാറ്റർ ഉണ്ടാക്കണം, അതായത് ചേരുവകൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ബാറ്റർ മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ഇടുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടും ഒന്ന് കറക്റ്റിൽ നല്ല രീതിയിലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുമ്പായിട്ട് തന്നെ കൊടുക്കുന്നത്. കുറച്ച് നാരങ്ങ നീര് ആദ്യമായി നമ്മൾ ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ ഉണ്ടാക്കാനായിട്ട്, അതായത് ചേരുവകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മിൻറ്റ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതാണ്. ഗ്രൈൻഡ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചിട്ടുള്ളതാണ്. പിന്നെ എടുത്തുള്ള കുരുമുളകാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല മിക്സ്, പിന്നെ കുറച്ച് മുളകും പൊടി, പിന്നെ ബട്ടർ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം മുറിച്ചൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബട്ടർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ കൊടുത്താലും മതി. അപ്പോൾ നമ്മളിതിവിടെ മിക്സ് ചെയ്യാണ്, ചേരുവകൾ കൂട്ടിച്ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ബാറ്ററിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കറക്റ്റ്ലി മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യായിരിക്കും നല്ലത്. ഇങ്ങനെ തന്നെ ചെയ്യായിരിക്കും നല്ലത്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലെമൺ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ ബാറ്റർ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ്ലി ഫുള്ള് എല്ലാ നമ്മൾ സ്ലൈഡ് ചെയ്ത് കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും നമ്മൾ കറക്റ്റിൽ നമ്മൾ ബാറ്റർ ഫില്ല് ചെയ്യണം. അതേപോലെ തന്നെ ചിക്കൻ്റെ ഉൾഭാഗത്തും നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ബാറ്ററികളൊക്കെ നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചിക്കനിലേക്ക്. നമ്മുടെ കൂട്ടുകളൊക്കെ നമ്മൾ ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് പിടിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 18 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഇത് നാളെ ആയിരിക്കും കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഏകദേശം സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ടൊന്ന് നമുക്ക് വെന്ത് കിട്ടും, ഉൾഭാഗമൊക്കെ കറക്റ്റിലായിട്ട് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ബട്ടർ ആഡ് ചെയ്യാൻ കാരണം. നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കും ചെയ്യും. സോ ഗൈസ്, പുറത്തുള്ള മഴ ആയതുകൊണ്ട് നമ്മൾ കുക്കിങ്ങൊക്കെ വീടിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഈ പുറത്ത് കാണുന്ന ചെടികളൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നതാണ്. ഈ കാണുന്ന പോട്ട് നമ്മളിവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മറ്റൊരു ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോയുടെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. ഗൈസ്, അപ്പം നമ്മുടെ ലവ് ബേർഡ്സൊക്കെ ഇവിടെ സേഫായിട്ട് വീട്ടിലുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ടൈം ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്യേണ്ടവർക്ക് മുകളിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക്
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ പുറത്തേക്ക് അയച്ചു വിടാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ദിവസം നമ്മൾ അയച്ചിട്ട സമയത്ത് മറ്റൊരു ലവ് ബേർഡ്സ് വീടിൻ്റെ പുറത്തേക്ക് പോയി, പറന്നു പോയി, വീടിൻ്റെ വെളിയിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോൾ അതേപോലെ രണ്ടാമത്തെ ദിവസവും അതേപോലെ പോയിരുന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ഇവർക്ക് അറിയുന്ന ഏരിയകളിൽ നിന്ന് മാത്രമല്ല അവർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതിനെ തിരഞ്ഞു പോയി അങ്ങനെ കിട്ടി. ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നത്. ചെറിയൊരു തണുപ്പുള്ളത് കൊണ്ട് ആണ് ഇങ്ങനെ ഒരു മൂടി പൊതിച്ച് നിൽക്കുന്ന മാതിരി നിൽക്കുന്നത്. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്തുള്ള ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഇതിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞിട്ട് കുറച്ചൊന്ന് ഗ്രേവി ആക്കിയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കോഴിമുട്ടൊക്കെ വെച്ചിട്ട്. ഇനി ഇത് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിറച്ചിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഗ്രേവി നമ്മൾ നിറച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഈട് കയറ്റിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഗ്രേവി നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിങ്ങനെ ഈ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കയറ്റി കൊടുക്കുകയാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ ചിക്കന് ഈകളൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യണം. സോ ഗൈസ്, അപ്പം നമ്മൾ ഇതുപോലെ എണ്ണത്തപ്പയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ രീതിയിൽ കട്ട് ചെയ്യുക വേണ്ടത്. എന്നിട്ട് ഇതുപോലൊരു പൂക്ക് നമ്മൾ ഉണ്ടാക്കണം, ഹോളിട്ടിട്ട്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല ക്ലിയറാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നമ്മൾ ചിക്കനിൽ തൂക്കിയിട്ടുള്ള ആ കുക്ക്, ആ കമ്പി ഇതിലേക്ക് നമ്മൾ തൂക്കി വെക്കണം. ഇങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കമ്പി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനോട് കയറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്, ആ രീതിയിലാണ് നിങ്ങൾ കമ്പി വളച്ച് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഹോളിൽ നമ്മളൊരു ചെറിയ ഉള്ളി തൊലിച്ച് ചെയ്യാൻ ഇതിന് മുകളിൽ വെക്കുകയാണ്, ഫിറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമ്മുടെ ഗ്യാസിൻ്റെ മുകളിലാണ് ഇത് വെക്കാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മളെ ചിക്കൻ എന്തായിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ കറക്റ്റ് ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ശരിയായി വരുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ ബക്ക ചിക്കൻ അവർ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്പണിംഗ് ആണ്. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. വെന്ത് ഇറച്ചി വിട്ടുപോയിട്ടുണ്ട് ചെറുങ്ങനെ, ചെറിയ രീതിയിൽ. പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവർ ഉണ്ട്, ഫുൾ കറക്റ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഗൈസ്, സംഗതി പൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മിക്കവാറും മുഴുവൻ ഞാൻ തന്നെ തിന്നു. അടിപൊളിയായിട്ടുണ്ട്, കറക്റ്റ് എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരിക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.